ഇറാൻ ഇസ്രായേൽ യുദ്ധത്തെ തുടർന്ന് ലോകമെമ്പാടും പ്രതിസന്ധിയിലാണ്. എന്നാൽ ഇതിൽ കഠിനമായ പ്രതിസന്ധി നേരിടുന്ന ഒരു രാജ്യമുണ്ട്. അത് മറ്റാരുമല്ല, ചൈനയാണ്. ചൈന വലിയ രീതിയിലാണ് ഇതിൽ തടസ്സങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഇറാൻ യുദ്ധം ചൈനയുടെ എണ്ണ വിതരണത്തെ തടസ്സപ്പെടുത്തിയതോടെ ഷീ ജിൻപിങ് വലിയ കുഴപ്പത്തിൽപ്പെട്ടിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇന്ധനവില 13 ദിവസത്തിനുള്ളിൽ 2 തവണ ചൈനയിൽ ഉയർന്നു. പെട്രോളിനും ഡീസലിനും ഇപ്പോൾ ചൈനയിൽ വലിയ വില കൊടുക്കേണ്ടി വരുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് ലഭിക്കുന്നത്. ഇറാൻ യുദ്ധത്തിന്റെ ആഘാതം ഇപ്പോൾ ചൈനയിലും എത്തിയിരിക്കുന്നു. ഷീ ജിൻപിങ് സർക്കാർ മാർച്ചിൽ ചൈനയിൽ ഇന്ധനവില 2ാം തവണയും വർദ്ധിപ്പിച്ചു. ഇന്ധന പ്രതിസന്ധി ഉണ്ടാകാനുള്ള സാധ്യതയെക്കുറിച്ചുള്ള തയ്യാറെടുപ്പുകളുടെ ഭാഗമായി ഉദ്യോഗസ്ഥർ പെട്രോളിന്റെയും ഡീസലിന്റെയും ചില്ലറ വിൽപ്പന വില വർദ്ധിപ്പിച്ചു. ദീർഘകാലമായി നിലനിൽക്കുന്ന US ഇസ്രായേൽ ഇറാൻ സംഘർഷം ഗ്യാസോലിൻ ഡീസൽ ക്ഷാമം കാരണമാകുമെന്ന ആശങ്കകൾക്കിടയിലാണ് ഈ നടപടി സ്വീകരിച്ചിരിക്കുന്നത് എന്നുള്ളതും ശ്രദ്ധിക്കേണ്ടതാണ്. അന്താരാഷ്ട്ര എണ്ണവിലയിലെ വർധനവ് കണക്കിലെടുത്ത് ചൊവ്വാഴ്ച മുതൽ താൽക്കാലിക നടപടികൾ ആരംഭിക്കുമെന്ന് ചൈനയിലെ ഉന്നത ആസൂത്രണ സ്ഥാപനമായിട്ടുള്ള നാഷണൽ ഡെവലപ്മെന്റ് ആൻഡ് റിഫോം കമ്മീഷൻ പ്രഖ്യാപിച്ചു. ആഗോള എണ്ണവിലയിലെ അസാധാരണമായ കുതിച്ചുചാട്ടത്തിന്റെ ആഘാതം കുറയ്ക്കുക, ഉപഭോക്താക്കളുടെ മേലുള്ള ഭാരം ലഘൂകരിക്കുക, സമ്പദ് വ്യവസ്ഥയെ സുസ്ഥിരമാക്കുക, സാമൂഹിക സുരക്ഷ ഉറപ്പാക്കുക എന്നിവയാണ് ഈ നടപടികളുടെ ലക്ഷ്യമെന്ന് NDRC അവരുടെ പ്രസ്താവനയിൽ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. പശ്ചിമേഷ്യയിൽ നിലനിൽക്കുന്ന സംഘർഷം ഹോർമൂസ് കടലിടുക്ക് തടസ്സപ്പെടുത്തിയിട്ടുണ്ട്. ലോകത്തിലെ ഊർജ്ജ വിതരണത്തിന്റെ ഏകദേശം 20% കടന്നു പോകുന്ന ഒരു പ്രധാന സമുദ്രപാതയായിട്ടുള്ള ഹോർമൂസ് കടലിടുക്ക് ചൈനയ്ക്കും വളരെയധികം പ്രധാനപ്പെട്ട ഒരു കടലിടുക്കാണ്. മാർച്ച് 9 ഷീ ജിൻപിങ്ങിന്റെ നേതൃത്വത്തിലുള്ള ചൈനീസ് സർക്കാരും ഇന്ധനവില വർദ്ധിപ്പിച്ചിരുന്നു. ആ സമയത്ത് പെട്രോൾ വില ടണ്ണിന് 695 യുവാൻ വർദ്ധിച്ചപ്പോൾ ഡീസൽ വില ടണ്ണിന് 670 യുവാനാണ് വർദ്ധിപ്പിച്ചത്. ഇത് പമ്പിൽ ലിറ്ററിന് ഏകദേശം 0.53 മുതൽ 0.57 യുവാൻ വരെ വർദ്ധിക്കുന്നതിന് കാരണമായിട്ടുണ്ട്. ചൈന തിങ്കളാഴ്ച പെട്രോൾ ഗ്യാസോലിൻ വില ടണ്ണിന് 1160 യുവാൻ, ഏകദേശം $168 വർദ്ധിപ്പിച്ചത്. ഷീ ജിൻപിങ് സർക്കാർ ഡീസൽ വില ടണ്ണിന് 1115 യുവാൻ, ഏകദേശം $159 വർദ്ധിപ്പിച്ചതെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. ഒരു ടൺ പെട്രോളിൽ ഏകദേശം 1300 മുതൽ 1400 വരെ അടങ്ങിയിരിക്കും. ഇന്ധന വില വർധനവ് പ്രഖ്യാപിച്ചതിനെ തുടർന്ന് ചൈനയിലുടനീളമുള്ള വാഹന ഉടമകൾ ടാങ്കുകൾ നിറയ്ക്കാൻ പെട്രോൾ പമ്പുകളിലേക്ക് തിരക്ക് കൂട്ടുകയാണ്. ചൈന അതിന്റെ അസംസ്കൃത എണ്ണ ആവശ്യത്തിന്റെ 70% ഇറക്കുമതിയെ ആശ്രയിച്ചിരിക്കുന്നു. കൂടാതെ ആ ഇറക്കുമതിയുടെ 45% ഹോർമൂസ് കടലിടുക്ക് വഴിയാണ് നടത്തുന്നത് എന്നുള്ളതാണ് ചൈനയെ ഇപ്പോൾ വലിയ കുഴപ്പത്തിലാക്കിയിരിക്കുന്ന. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.